ഇവിടുത്തെ ഫോണിന് എന്ത് പറ്റി? ഇന്നലെ രാത്രി മുതൽ ട്രൈ ചെയ്യുന്നതാണല്ലോ. ലൈൻ ഫോട്ടോ മദർ. മദർ വന്നാട്ടെ. മോളിക്കുട്ടി ക്ലാര എവിടെ? മോളിലുണ്ട്. ഒക്കെ നമ്മൾ സംശയിച്ച പോലെ തന്നെ ആയിരുന്നു മദർ. ചതിക്കാൻ തന്നെ ആയിരുന്നു അയ്യരുടെ പ്ലാൻ. കർത്താവിന്റെ കൃപ കൊണ്ടാ അവള് രക്ഷപ്പെട്ടത്. അപ്പോ സ്നേഹമോളുടെ കാര്യോ? എന്താ ജേക്കബ്, സ്നേഹമോളെ കുറിച്ച് ഒന്നും അറിയാൻ കഴിഞ്ഞില്ലേ? കർത്താവ് കൈവിടില്ല മദർ. എനിക്ക് ഇപ്പൊ അത്രയും പറയാനേ കഴിയും. പോലും എന്റെ മാതാവേ. ക്ലാര വീണ്ടും കുറ്റപ്പെടുത്തുന്നത് എന്നെയാണ് മദർ. മനഃപൂർവ്വം മൈക്കിളിനെ വിളിച്ച് ഞാൻ പിന്തിരിപ്പിച്ചതാണ്. എങ്ങനെയാ ഞാൻ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? എന്നോടും അവൾക്ക് ദേഷ്യം കാണും. ഞാനാണല്ലോ ഇത് ജേക്കബിന്റെ അടുത്ത് പറഞ്ഞത്. ഇല്ലെങ്കിൽ അവളുടെ ജീവൻ പോലും അപകടത്തിലാകുമായിരുന്നില്ലേ മദർ? പക്ഷേ സ്നേഹമോളുടെ കാര്യം ഓർക്കുമ്പോ ഞാൻ ആ സിയോട് സംസാരിച്ചു. മോളെ എങ്ങനെയും രക്ഷപ്പെടുത്തി തരാമെന്ന് തന്നെയാണ് അയാൾ ഉറപ്പ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും എനിക്ക് ഒരു സമാധാനമില്ല ജേക്കബ്. ഇല്ല, ഇനി ഒരിക്കലും മദറിനത് കിട്ടാനും പോകുന്നില്ല. ഒറ്റ കൊടുത്തില്ലേ? പുറത്ത് ദൈവവചനോ പറഞ്ഞ് ഉള്ളിലെ യൂദാസിനെ കൊണ്ട് നടക്കാൻ മദറിന് എങ്ങനെ കഴിയുന്നു? ക്ലാരെ, വേണ്ട. മദറിനെ ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചു. മദറും എന്നെ ചതിക്കുകയായിരുന്നു. ക്ലാരെ, ഞാൻ ഒന്നും പറയണ്ട. ഒരു കുഞ്ഞിന്റെ ജീവൻ കുരുതി കൊടുക്കാൻ മദർ കൂട്ടുനിന്നു. മദർ എന്താ നേടിയത്? പറ. ഞാൻ തോക്കണമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. തോറ്റില്ലേ? എല്ലാരും ചേർന്ന് എന്നെ തോൽപ്പിച്ച് കളഞ്ഞില്ലേ? വിടില്ല, ഞാൻ ആരെയും വെറുതെ വിടില്ല. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച എന്റെ ശവം ഞാൻ കാണിക്കും എല്ലാവരെയും. വന്നു കേറിയത് വെളുപ്പാൻ കാലത്ത് എപ്പോഴുവാ. എന്നിട്ടും വെട്ടം വീഴുന്നതിന് മുമ്പ് പായുന്ന പാച്ചിൽ കണ്ടില്ലേ? വക്കീലിന് എപ്പോഴും തിരക്കോട് തിരക്കാ. കോടതി കാര്യങ്ങളിൽ മാത്രല്ലല്ലോ, വേറെ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. കാമുകിയെ ചികിത്സിക്കണം, കൊച്ചിന്റെ കേസ് അന്വേഷിക്കണം. പോരാത്തതിന് തരംഗം വക്കീലിന്റെ മോളുടെ കാര്യവും പാവത്തിന്റെ തലയിലല്ലേ. നിക്കേ, ഞാൻ നിന്നെ മാത്രമേ കുറ്റം പറയൂ. ആണുങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള കഴിവുണ്ടായിരിക്കണം. നിനക്കതില്ലാതെ പോയി. ഇപ്പൊ തന്നെ ഇന്നലെ രാത്രി അവൻ എവിടെയായിരുന്നു നീ ചോദിച്ചോ? ചോദിച്ചിട്ട് വല്ലതും പറഞ്ഞോ? പിന്നെ ചോദിക്കാത്ത താമസല്ലേ ഉള്ളൂ. ഉള്ളതുപോലെ വെട്ടി തുറന്ന് പറയുന്ന ആളാണല്ലോ. അത് നിന്റെ പിടിപ്പുകേട്. എടി, പെണ്ണിന് മെയ്ക്കരുത്തല്ല മനക്കരുത്താ ദൈവം തന്നിരിക്കുന്നത്. അത് വേണ്ട വണ്ണം വിനിയോഗിക്കാൻ നീ പഠിക്കണം. നല്ല ഒന്നാന്തരം ആയുധം ദൈവം കൊണ്ടുവന്ന് തന്നിട്ട് നീ എന്തോന്ന് ചെയ്തു? ഒന്നും ചെയ്തില്ല. അത് ചെയ്യൂ ഇത് ചെയ്യുന്നൊക്കെ വീം വിളക്കി, അത്ര തന്നെ. മനസ്സിലായില്ല അല്ലേ? ഞാൻ പറഞ്ഞത് ആ ആധാരത്തിന്റെ കാര്യ. ശാലിനി ഗിരി അറിയാതെ ശ്യാമിന് വിറ്റ് തുലക്കാൻ കൊടുത്ത ആ ആധാരത്തിന്റെ കാര്യം. അതിനെ കുറിച്ച് നീ പിന്നീട് വല്ലതും അന്വേഷിച്ചോ? ഇല്ലല്ലോ. പിന്നെ അന്വേഷിക്കാഞ്ഞിട്ടാണോ? എന്നിട്ട് എന്തായി? ഒരു കുഴപ്പമില്ലാതെ ഗിരിയുടെ കൂടെ അവൾ സ്വസ്ഥമായി പിന്നെയും പൊറുക്കുന്നു, അത്ര തന്നെ. ഇല്ല, ഗിരിക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവന്റെ കൂടെ ഒരിക്കലും സ്വസ്ഥമായിട്ട് പൊറുക്കില്ല. ഒന്ന് പോടി അവിടുന്ന്. ശാലിനിയ പെണ്ണ്. പിന്നെ അവൾ അവനെ പറഞ്ഞു മയക്കിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നീ നോക്കിക്കോ. ഒന്നും നോക്കാനില്ല. എന്റെയും ഗിരിയുടെ അച്ഛൻ അപ്പക്കുട്ടൻ നായർ തന്നെയാണെങ്കിൽ
എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടാ കൊള്ളാം. ആ CI രാജ്മോഹനെ വിശ്വസിച്ചു പോയതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഇല്ലെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. പോലീസിന്റെ ഇൻവോൾവ്മെന്റ് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് അയ്യർ എത്താതിരുന്നതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരർത്ഥത്തിൽ അത് നന്നായില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറെന്താ ഈ പറയുന്നത്? എന്ത് നന്നായിന്ന്? പിന്നെ ഈ നിമിഷം വരെ ആ അയ്യരുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് പോലും ഉണ്ടായിട്ടില്ല. എന്റെ കുഞ്ഞിനെന്ത് സംഭവിച്ചെന്ന് പോലും എനിക്കൊരു രൂപമില്ല. ഒന്നും സംഭവിക്കില്ല ശ്യാം, താൻ സമാധാനമായിട്ടിരിക്കും. എന്ത് സമാധാനമാണ് സാർ? ഇനിയും വൈകി എനിക്ക് എന്റെ കുഞ്ഞിനെ, അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും സാറൊന്ന് ആലോചിച്ച് നോക്കി. ഒക്കെ ശരിയാണ്, പക്ഷേ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും ശ്യാം? ഇനി ദൈവം തന്നെ ഏതെങ്കിലും ഒരു വഴി കാണിച്ചു തരട്ടെ. ദൈവം കാട്ടിത്തരാനോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ദൈവം എന്തിനാ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ഇങ്ങനെ ഒരു ആപത്ത് ചാടിച്ചത്? എന്റെ കുഞ്ഞാണ് അവളെന്ന് അറിഞ്ഞതിന് ശേഷം കണ്ണു നിറയൊന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടാൽ മതിയായിരുന്നു. ജീവിച്ചിരിപ്പുണ്ടോന്നെങ്കിലും ഒന്ന് ഉറപ്പിക്കായിരുന്നു. ശ്യാം, വയ്യ സർ, എനിക്ക് തീരെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ നില തുടർന്നാൽ ഒരുപക്ഷെ എന്റെ കുഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഉണ്ടാവൂ എന്നുള്ള കാര്യം സംശയമാണ് സർ. എന്നതാടോ ഇത്? താനിങ്ങനെ നെർവസ് ആയാലോ? ആ അയ്യര് വിളിക്കാതിരിക്കില്ല. കുടുങ്ങുമോ എന്നുള്ള ഭയം അയാൾക്കും ഉണ്ടാവില്ലേ? അല്പം ഒന്ന് ശാന്തമാകട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്യുന്നതാവും. നമുക്കും വെയിറ്റ് ചെയ്യാം. എത്രയെന്ന് കരുതിയാണ് സാർ. അയാൾ ഇനി വിളിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞതിന് വിപരീതമായി നമ്മൾ പോലീസിനെ സഹായം തേടിയില്ലേ? അയാളുടെ റിയാക്ഷൻ എന്തായിരിക്കും എനിക്ക് ഭയമുണ്ട്. ഒന്നും ഉണ്ടാവില്ലടും. അയ്യർക്ക് ആവശ്യം പണമാണ്. അയാൾ വൈകാതെ കോണ്ടാക്ട് ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ അയ്യരുടെ ചതി നമുക്ക് ബോധ്യപ്പെട്ടുവെന്ന് പോലീസിന്റെ ഓപ്പറേഷനിൽ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനിയൊരു തരം താഴ്ന്ന കളിക്കൊന്നും അയാൾ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് കുട്ടിയെ കൈമാറി പണം നേടാനേ അയാൾ ശ്രമിക്കൂ. അപ്പോ ധനപാലനെയും ക്ലാരയൊന്നും അയാൾ കോണ്ടാക്ട് ചെയ്തില്ലെന്നാണോ? അങ്ങനെ വേണം കരുതാൻ. കുറെ കൂടി സ്ട്രോങ് സൈഡ് ശ്യാമിൻ്റെതാണല്ലോ. ആ ഒരു ഭയം അയാൾക്ക് ഉണ്ടായിക്കൂടുന്നില്ല. വൈകിയ വേറെയും പ്രശ്നങ്ങളുണ്ട് സാർ. പണത്തിന്റെ കാര്യത്തിൽ ഗിരി അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാവം ശാലുവായിരിക്കും അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരിക. ചെകുത്താനും കടലിനും മധ്യയാണ് ഞാനിപ്പോൾ. എന്താടി ഇവിടെ ഉള്ളവരെല്ലാം ചത്തോ? കൊറേ നേരം ആയല്ലോ ഞാൻ ബെല്ലടിക്കാൻ തുടങ്ങിട്ട്. അതോ ഞാനാണെന്ന് കണ്ടിട്ട് മനഃപൂർവ്വം തുറക്കാതിരുന്നാണോ? ഞാൻ അടുക്കളയിലായിരുന്നു. ബെല്ലടിച്ചൊന്നും ഞാൻ കേട്ടില്ല. നീ കേക്കത്തില്ല. എവിടെ എന്റെ ആങ്ങള? ഇപ്പോഴും ജീവനോട് തന്നെ ഉണ്ടല്ലോ അല്ലേ? കൊച്ചമ്മയുടെ ദാസിയുടെ മാറി മാറിയുള്ള ശുശ്രൂഷയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. കാഴ്ച കാണാൻ നിൽക്കാതെ പോയി കുടിക്കാൻ ഇത്തിരി വെള്ളം എടുത്തുകൊണ്ട് വാടി. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നീ അവളോട് ചോദിച്ചോ? എന്താ ചോദിച്ചില്ലേ? അതോ നീ വീണ്ടും അവളുടെ വാക്ക് കേട്ട് മയങ്ങിയോ?
ഗംഗച്ചിരിക്കെ. ഞാൻ ചോദിച്ചതിന് മറുപടി പറ ഗിരി. നീ അറിയാതെ അവൾ ആധാരം എടുത്തു കൊടുത്ത കാര്യം നിനക്ക് ബോധ്യപ്പെട്ടോന്നാ ഞാൻ ചോദിച്ചത്. നിനക്കെന്താ നാക്കില്ലേ? അതോ ഒരു പട്ടിയെ പോലെ ഞാൻ ഇവിടെ ഒന്ന് കുറച്ചിട്ട് അങ്ങ് പൊക്കോളൂന്ന് കരുതിയോ? ഗംഗച്ചി എന്തിനാ വെറുതെ അതും ഇതൊക്കെ പറയുന്നത്? പിന്നെ നിന്റെ ഈ ഭാവത്തിന്റെ അർത്ഥം എന്താ? ആദ്യത്തെ വീറും വാശിയൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. അതോ തെറ്റുപറ്റിയത് എനിക്കാണോ? അല്ല, തെറ്റുപറ്റിയത് എനിക്കാ. തെറ്റുകൾ മാത്രമല്ലേ എനിക്ക് എന്റെ ജീവിതത്തിൽ ഇന്നോളം പറ്റിയിട്ടുള്ളൂ. ആ വിചാരം ഉണ്ടെങ്കിൽ പിന്നെ തിരുത്താൻ ശ്രമിക്കാത്ത എന്താ? തിരുത്താൻ ശ്രമിക്കാം, പക്ഷെ വീണ്ടും വീണ്ടും പരാജയങ്ങൾ ഒന്നൊന്നായി വന്നു ചേരുകയല്ലേ. ഒക്കെ നീയായിട്ട് വരുത്തി വെക്കുന്നല്ലേ. തീക്കനലാണെന്ന് പല ആവർത്തി പറഞ്ഞിട്ടും പവിടമാണെന്ന് ഞങ്ങളെ പറഞ്ഞ് തിരുത്താനല്ലേ നീ ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പൊ എന്തു പറയുന്നു? ശാലിനി നിന്നെ ചതിച്ചൂന്ന് നിനക്ക് ബോധ്യായില്ലേ? എന്താടി വെള്ളം അവിടെ എങ്ങനെ വെച്ചിട്ട് പൊയ്ക്കൂടെ? താലപ്പൊലിയും കൊണ്ട് നിൽക്കുന്ന പോലെ നിൽക്കല്ലേ. കൊച്ചമ്മ വരുമ്പോഴേക്കും വള്ളി പുള്ളി തെറ്റാതെ ഓതി കൊടുക്കണമല്ലോ. ദേ കുഞ്ഞെ, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള എന്നെ എങ്ങനെ ഭരിക്കാൻ വരരുതെന്ന്. ഞാൻ കുഞ്ഞിന്റെ ചെലവിലൊന്നും അല്ല കിടക്കുന്നത്. കേട്ടില്ലേടാ? അവള് പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ? ഇത് നിന്നെയും കൂടെ ചേർത്താ പറഞ്ഞത്. നീയും ഇപ്പൊ ശാലിനിയുടെ ചെലവിലാ കഴിയുന്നെന്ന്. കുഞ്ഞതെ വേണ്ടാത്തൊന്നും പറയരുത് കേട്ടോ. മതിയടി മതി, അധികം വിസ്തരിക്കൊന്നും വേണ്ട. ഒക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഇവളൊറ്റ ഒരുത്തിയാ. അതുകൊണ്ടാണല്ലോ അവള് വിളിച്ചപ്പോ ഒരു വാക്ക് പോലും ഞങ്ങളോട് പറയാതെ വാലും കടിച്ച് ഇറങ്ങി പോന്നത്. ഗിരി, പറ, നിന്റെ തീരുമാനം എന്താന്ന് വെച്ചാ പറ. ഇനിയും ഇവിടെ കിടന്ന് ഇങ്ങനെ നാണം കെട്ട് നരകിക്കാനാണോ ഉദ്ദേശം? ഈ അവസ്ഥയിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ ഗംഗച്ചി? എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അനുസരിക്കാൻ തയ്യാറാണോ നീ? കുഞ്ഞെ, ദേ പിന്നെ വന്നിട്ടുണ്ട്. ആര്? ആ ഗംഗക്കുഞ്ഞ്. മനുഷ്യനെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടിരിക്കുക. കഞ്ചനാമയുണ്ടോ? ഓ, ആ മാരണത്തിനെ കണ്ടില്ല. വല്ല ജോത്സ്യന്റെയോ സിത്തന്റെയോ മുമ്പിൽ പോയി കുത്തിയിരിക്കുന്നുണ്ടാവും. ഗംഗേച്ചി വല്ലതും പറഞ്ഞു മാധു? ചൊറിയുന്ന വർത്താനം തന്നെ, അല്ലാതെ എന്താ? ഗിരിക്കുഞ്ഞിനെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഞാൻ നല്ലത് കൊടുത്താനെ. മാധു ഒന്നും പറയണ്ട. കുഞ്ഞിങ്ങനെ പാവത്തം കാണിക്കുന്നോണ്ടാ പിന്നെയും പിന്നെ അവരിതിന് ധൈര്യപ്പെടുന്നത്. തിരിഞ്ഞു നിന്ന് നല്ലത് നാലെണ്ണം പറഞ്ഞു നോക്കിയേ, താനെ അടങ്ങിക്കോളും. ഗിരിയേട്ടനോ? കൂടെ കൂടെ ഇങ്ങനെ കേറി വന്ന് ഓരോന്ന് പറഞ്ഞ് സ്വസ്ഥത കെടുത്തിയാ പിന്നെ ആരുടെ മനസ്സാ കുഞ്ഞ് മാറാത്തത്? ഒരു കണക്കിന് ഗിരിക്കുഞ്ഞ് ഇപ്പോ ഈ കിടപ്പ് കിടന്നത് നന്നായെന്ന് എനിക്ക് തോന്നുന്നത്. മാധു, മാധു എന്താ പറഞ്ഞു? വേറൊരർത്ഥത്തിൽ പറഞ്ഞതല്ല കുഞ്ഞെ. ഇല്ലെങ്കിൽ പെട്ടെന്ന് മുറി രണ്ടായിരുന്ന ഗിരിക്കുഞ്ഞിന്റെ സ്വഭാവത്തിന് ഇപ്പൊ എല്ലാം ഇട്ടെറിഞ്ഞ് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാനെ. കഞ്ചനാമയുടെയും ഗംഗക്കുഞ്ഞിന്റെ ആഗ്രഹവും അത് തന്നെയാണല്ലോ. അതേടി, അത് തന്നെ ആഗ്രഹം. പക്ഷേ നീ പറഞ്ഞതുപോലെ അവൻ എങ്ങോട്ടെങ്കിലും അല്ല ഇറങ്ങിപ്പോവാൻ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്കാ, ഞങ്ങളുടെ സ്വന്തം തറവാട്ട് വീട്ടിലേക്ക്. എന്താ വിശ്വാസമായില്ലേ? അപ്പുക്കുട്ടനാരുടെ മക്കൾക്ക് ഇങ്ങനെ കണ്ടവരുടെ ഔദാര്യത്തിൽ ഏതെങ്കിലും വാടക വീട്ടിൽ വന്ന് കിടക്കേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. കണ്ടവരോ? കുഞ്ഞു ഉദ്ദേശിച്ച ശാലുകുഞ്ഞിനെ കുറിച്ചാണെങ്കിൽ ഗിരിക്കുഞ്ഞ് അന്തസ്സായി നാലാളറിയ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണായത്. ഗിരിക്കുഞ്ഞിന്റെ കുഞ്ഞിനെ പ്രസവിച്ച അമ്മയാ. ഗിരിയുടെ കുഞ്ഞിനെ എവിടെ പ്രസവിച്ചെന്ന് നിനക്കെന്താ എത്ര ഉറപ്പ്? മഹാഭാവം പറയരുത് കുഞ്ഞെ. ചുമ്മാതല്ല കുഞ്ഞിന് അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തരാതിരുന്നത്. അത് ഞാൻ അങ്ങ് സഹിച്ചടി. നിക്കവിടെ, മുഴുവൻ കേട്ടിട്ട് പൊയ്ക്കോ. ഞാനിപ്പോ പോവാ. ഇനി വരുന്നത് എന്റെ ആങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടാവും.
ഏതായാലും നിന്റെ പേരിലുള്ളതൊക്കെ ഏട്ടന്റെ കയ്യിലായില്ലേ. ഇനിയുള്ള കാലം നിന്നെയും കുഞ്ഞിനെ നോക്കാൻ ഏട്ടനോട് തന്നെ പറ. ഒരുപാട് പേരെ സംരക്ഷിക്കുന്ന മഹാമനസ്കനല്ലേ. പോരാത്തതിന് രേണുകയും കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ ഒരാള് കൂടി ആയല്ലോ. നീ വിഷമിക്കണ്ട. കാണാൻ വലിയ തെറ്റില്ലാത്തോണ്ട് നിനക്ക് എവിടെ പോയാലും ജീവിക്കാം. ശാലിനി കൊച്ചമ്മയുടെ കൂടെ തന്നെ കൂടിക്കോ. അതാവുമ്പോ ശ്യാംസാറിന്റെ ഒരു നോട്ടം കൂടി ഉണ്ടാവുമല്ലോ. നിർത്തടി, നിന്റെയൊക്കെ പാരമ്പര്യം അത്. എന്റെ കെട്ടിയാനെ എന്റെ കൂടെ തന്നെയാ കഴിയുന്നത്. കണ്ടോളുമാരെ തേടി അങ്ങനെ എങ്ങും പോയിട്ടില്ല. ഒരവളുമാരും കൊച്ചിനെ എടുത്തോണ്ട് അവകാശം പറഞ്ഞ് എന്റെ വീട്ടിൽ കയറി വന്നിട്ടുമില്ല. ആണുങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലിരിക്കുന്നവരുടെ നല്ലതുകൊണ്ടായിരിക്കും. ആദ്യം പെണ്ണാണെന്ന തോന്നലോടെ നിലത്ത് നിൽക്കാൻ പഠിക്കടി. ഇറങ്ങിയിരിക്കുന്നു കുടുംബം കലക്കാനായിട്ട്. കണ്ണുള്ളപ്പോൾ കാഴ്ചയുടെ വില അറിയില്ലെന്ന് പറയുന്ന പോലെ തന്നെ ബന്ധങ്ങളുടെ കാര്യവും. നഷ്ടപ്പെടുമ്പോഴാ ശരിക്കും നമ്മളതിൻ്റെ ആഴം മനസ്സിലാക്കുന്നത്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാനിത്ര ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു. ഗംഗേച്ചിയുടെ കാര്യം അങ്ങനെ തന്നെയാ. ഗിരിയേട്ടൻ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? ഈ കിടപ്പ് കിടന്നുകൊണ്ട് ചിന്തിക്കാൻ മാത്രമല്ലാതെ മറ്റെന്തിനാ കഴിയാ? പോരാത്തതിന് ചിന്തിച്ചു കൂട്ടാൻ പുതിയ പുതിയ വിഷയങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. ഗംഗേച്ചി വീണ്ടും വന്ന് ഗിരിയേട്ടന് മനസ്സ് വിഷമിപ്പിച്ചു അല്ലേ? ഗംഗേച്ചി എന്തിനു പറയണം? ഇപ്പൊ എന്നെ വിഷമിപ്പിക്കുന്നത് മുഴുവൻ നീയല്ലേ? ഞാനോ? ഞാൻ ഗിരിയേട്ടനെ ഭാര്യയുടെ സ്വത്തിനു വേണ്ടി അത്യാർത്തി കാട്ടി അവളെ ദ്രോഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല ഞാൻ. പക്ഷെ ഇനിയും ഞാനൊരു വിഡ്ഢിയാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ചിലതൊക്കെ എനിക്ക് തിരുത്തിയേ തീരൂ. ഗംഗേച്ചിക്കിന് ഞാൻ മാത്രമേ ഉള്ളൂ. വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്തതിൽ നിന്നും ദുഃഖവും അവഗണനയും മാത്രമാണ് കിട്ടുന്നതെങ്കിൽ കൂടെ പറപ്പായ ഞാൻ കൂടെ കൈയൊഴിഞ്ഞാലോ? ഇല്ല, ഒരു ദുരന്തത്തിനും കൂടെ സാക്ഷിയാവാൻ എനിക്കിനി വയ്യ. ഗിരിയേട്ടൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഭാവിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ഏട്ടനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിനക്ക് ഞാൻ പറയുന്നതിന്റെ അർത്ഥം വളരെ നന്നായി മനസ്സിലായി കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇല്ലെങ്കിൽ കേട്ടോളൂ, ഇനി മുതൽ ഗംഗേച്ചിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കും എന്റെ ജീവിതം. ഗിരിയേട്ടാ, വരട്ടെ. ആ, എന്ത് പറ്റി സാർ? കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിട്ടും STD ബൂത്തിലൊക്കെ പുതിയ മിനിസ്ട്രി അട്ടിമറിക്കാനുള്ള പല രഹസ്യ നീക്കങ്ങളും ആണോ? ഹേയ്, സെല്ലിന്റെ ചാർജ് തീർന്നുപോയി. അല്ല, സാറെന്താ ഇവിടെ? ചാർജ് തീർന്നെന്ന് കൂട്ടിക്കോ എന്ന് വിചാരിച്ച് കമ്മ്യൂണിക്കേഷൻ കട്ടാവരുതല്ലോ. മുഖത്ത് വല്ലാത്തൊരു ഉറക്കച്ചടവ് പോലെ. എന്താ ഇന്നലെ രാത്രി ഉറക്കൊളച്ചോ? ഹേയ്, അല്ല, എനിക്കൊരു ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. 11 മണിക്കാ. ഞാൻ പറ്റേ സാർ? ഫ്രോഡ് മീറ്റിങ്ങോ? ബോർഡ് മീറ്റിംഗാ സാർ, സ്പിന്നിങ് മില്ലിന്റെ. ഞാൻ പറ്റേ? ആ, അതെന്ത് പോക്കാണെന്നേ, ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാതെ. പേടിക്കണ്ട, യൂണിഫോമിലല്ലാത്തതുകൊണ്ട് ആർക്കും ഒരു സംശയവും തോന്നില്ല. പറ, ഇന്നലെ രാത്രി പഴയ ബോട്ട് ക്ലബിന്റെ പരിസരത്ത് പണം നിറച്ച സൂട്ട് കേസുമായി താങ്കൾ ആർക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്? ബോട്ട് ക്ലബിലോ? സൂട്ട് കേസുമായോ? ഞാനോ? സാർ എന്തായി പറയുന്നത്?
പോരാ ധനവാല, അഭിനയം തീരെ പോരാ. ഡിപ്പാർട്ട്മെന്റിൽ എനിക്കൊരു രഹസ്യമായ വിളിപ്പേരുണ്ട്. അതെന്താണെന്നറിയോ? ഔൾ, മൂങ്ങ. രാത്രി സഞ്ചാരനായ മൂങ്ങയുടെ കാഴ്ചശക്തിയെക്കുറിച്ച് അറിയാമല്ലോ. എനിക്ക് തെറ്റില്ല ധനവാല, പറ, എന്തിനാ അവിടെ പോയത്? അതെ, പൗരാവകാശം അനുവദിച്ചിട്ടുള്ള ഒരു ഭരണകൂടത്തിൻ്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തനാണ് ഞാൻ പല സമയത്തും പല സ്ഥലത്തും പോയെന്നിരിക്കും, പലരെയും കണ്ടെന്നിരിക്കും. അതൊക്കെ തികച്ചും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ സമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഒക്കെ നിയമനിഷേധങ്ങളാണെങ്കിലോ? എന്ത് നിയമനിഷേധങ്ങൾ? നിങ്ങൾ തെളിയിക്കണം. ഹേ ധനവാല, അധികം ഷൈൻ ചെയ്യല്ലേ. കഞ്ഞി വിഴിഞ്ഞ ഈ കുപ്പായത്തിനുള്ളിൽ കയറിയിരുന്നുള്ള വിരട്ടൊക്കെ പഴയതാ, ഒക്കെ കാലഹരണപ്പെട്ടു പോയി. പറ, അയ്യരുമായി തനിക്കെന്താ ഇടപാട്? അയ്യരോ? ഏതയ്യര്? എനിക്കങ്ങനെ ആരും അറിയില്ല. അങ്ങനെ അങ്ങ് തീർത്ത് പറയാതെ ധനവാല. ധനപാലൻ അയ്യരെ അറിയാം, നന്നായിട്ടറിയാം. അയ്യരെ കാണാൻ വേണ്ടി മാത്രമാണ് നട്ടപ്പാതിരായ്ക്ക് താൻ ബോട്ട് ക്ലബിലെത്തിയത്. ഇനി പറ, എന്ത് കരാറാ നിങ്ങൾ തമ്മിലുള്ളത്? നിങ്ങൾ വെറുതെ ആളെ പിടിച്ചു നിർത്തി അനാവശ്യമായ ആരോപണങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോ ധനപാലന് അയ്യരെ അറിയില്ല, പണവുമായി ബോട്ട് ക്ലബിൽ പോയിട്ടുമില്ല. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ശരി, ധനപാലൻ പൊയ്ക്കോ. പക്ഷേ ഒന്നുണ്ട്, ഇപ്പം നിഷേധിച്ച ഈ കാര്യങ്ങളൊന്നും നാളെ എൻ്റെ മുമ്പിൽ തല ഉനിച്ച് നിന്ന് സമ്മതിക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത്. എൻ്റെ പേരോർമ്മയുണ്ടല്ലോ, CI ഷാനവാസ്. പൊയ്ക്കോ. കരയാതെ മോളെ, നമുക്ക് ഉടനെ വീട്ടിൽ പോവാം. മോടെ ക്ലാരമ്മയും കാണാം. വീട്ടിൽ പോണം. എന്നാ പോവാ? മോൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം. വീട്ടിൽ പോയ പിന്നെ നമ്മൾ എന്താ വീണ്ടും കാണുക? ഞാൻ മോളെ കാണാൻ വീട്ടിൽ വരാം. ഇവിടുത്തെ അങ്കിൾമാരൊന്നും കാണാതെ ആന്റിനെ ഒളിച്ച് വീട്ടിൽ കൊണ്ടാക്കാവോ? എന്താ ആന്റി കരയുന്നത്? ഒന്നുമില്ല മോളെ. എന്തിനാ ആന്റി കരയുന്നത്? എന്തിനാ ഈ അങ്കിൾമാര് സ്നേഹമുള്ള റീത്താന്റെ ഇവിടെ അടച്ചിട്ടേക്കുന്ന? നമുക്ക് ഒളിച്ച് പോവാ ആന്റി, അല്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും. നമുക്ക് പോവാ ആന്റി. മിണ്ടരുതേ മോളെ, അങ്ങനൊന്നും പറയല്ലേ. ആ അങ്കിള് കേട്ട മോളെ തല്ലും. പിന്നെ ഒരിക്കലും വീട്ടിൽ പോവാൻ സമ്മതിക്കത്തില്ല. ആ അങ്കിള് ദുഷ്ടനാ. ഞാൻ വീട്ടിൽ ചെല്ലത്തെ, വല്ലതിനോട് പറഞ്ഞു കൊടുക്കും.